ചോദ്യം 1. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഉത്തരം ഓപ്ഷൻ എ, ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ചോദ്യം 2. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, നിസ്സഹകരണ സമരം. ചോദ്യം 3. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാര്? ഉത്തരം ഓപ്ഷൻ സി, സുഭാഷ് ചന്ദ്രബോസ്. ചോദ്യം 4. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്കു നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ. ചോദ്യം 5. ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമരകാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ഓപ്ഷൻ എ, ബാലഗംഗാധര തിലക്. ചോദ്യം 6. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, 44-ാം ഭരണഘടനാ ഭേദഗതി. ചോദ്യം 7. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഹൈക്കോടതി. ചോദ്യം 8. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, ഡോക്ടർ BR അംബേദ്കർ. ചോദ്യം 9. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഇന്ത്യ. ചോദ്യം 10. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, മൗലിക അവകാശങ്ങൾ. ചോദ്യം 11. കൈസർ-എ-ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ചോദ്യം 12. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ സി, ശ്രീനാരായണ ഗുരു. ചോദ്യം 13. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ സി, അയ്യപ്പൻ. ചോദ്യം 14. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? ഉത്തരം ഓപ്ഷൻ എ, തോമസ് ഹാർവേ ബാബർ. ചോദ്യം 15. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, പുന്നപ്ര വയലാർ സമരം. ചോദ്യം 16. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം ഓപ്ഷൻ ബി, ആശിഷ് ജിതേന്ദ്ര ദേശായി. ചോദ്യം 17. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി, തൃശ്ശൂർ. ചോദ്യം 18. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, VP മേനോൻ. ചോദ്യം 19. താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏത്? ഉത്തരം ഓപ്ഷൻ എ, പോണ്ടിച്ചേരി. ചോദ്യം 20. സംസ്ഥാന പുനർസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആര്? ഉത്തരം ഓപ്ഷൻ ഡി, KM പണിക്കർ. ചോദ്യം 21. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത്?
ഉത്തരം ഓപ്ഷൻ എ ജർമ്മനി. ചോദ്യം 22. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ സി മംഗൾയാൻ. ചോദ്യം 23. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ബ്രസീൽ. ചോദ്യം 24. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി പ്രഗ്യാൻ. ചോദ്യം 25. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം. ഹിമാലയൻ പർവ്വതനിരകളിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നും അറിയപ്പെടുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ചോദ്യം 26. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. ചോദ്യം 27. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. അതായത് പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ തീരസമതലം. കോറമണ്ടൽ തീരസമതലം ഇത് തെറ്റാണ്. ചോദ്യം 28. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. ചോദ്യം 29. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. ചോദ്യം 30. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യാർകൂടം. ഇത് ശരിയല്ലാത്തതാണ്. ചോദ്യം 31. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 1ഉം 3ഉമാണ്. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പമ്പാർ. അതും ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. ഇത് രണ്ടും ശരിയാണ്. ചോദ്യം 32. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായൽ. ഇത് തെറ്റാണ്. ചോദ്യം 33. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉമാണ് ശരി. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. ഇത് രണ്ടുമാണ് ശരി. ചോദ്യം 34. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, 2ഉം 3ഉമാണ് ശരി. അഴീക്കൽ, കണ്ണൂർ, പൊന്നാനി, മലപ്പുറം. ഇത് രണ്ടുമാണ് ശരിയായത്. ചോദ്യം 35. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. ചോദ്യം 36. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 1ഉം 3ഉമാണ്.
കരിമ്പുഴ മലപ്പുറം, ചെന്തുരുണി കൊല്ലം. ഇത് രണ്ടുമാണ് ശരിയായത്. ചോദ്യം 37. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, 3 മാത്രമാണ് തെറ്റായത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 3 മാത്രം. തെറ്റായത് 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ പ്രസ്താവന തെറ്റാണ്. ചോദ്യം 38. കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. ചോദ്യം 39. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, 1 മാത്രം. കേരള നിയമസഭ 1992 കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കി. ചോദ്യം 40. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, 2 മാത്രം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഈ പ്രസ്താവന തെറ്റാണ്. ചോദ്യം 41. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. ചോദ്യം 42. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, 2 മാത്രമാണ് തെറ്റ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് S. ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്ക്. ഇത് തെറ്റാണ്. ചോദ്യം 43. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ, 1, 3, 4 ശരിയായത്. 2023 ആഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര് വിക്രം. ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപയാണ്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. ചോദ്യം 44. കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, മോഹിനിയാട്ടം. ചോദ്യം 45. അമ്മ എന്ന നോവൽ എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ, മാക്സിം ഗോർക്കി. ചോദ്യം 46. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, രുചിര കമ്പോജ്. ചോദ്യം 47. ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ലോക്പാൽ. ചോദ്യം 48. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം ഓപ്ഷൻ ബി, ധനഞ്ജയ Y. ചന്ദ്രചൂഡ്. ചോദ്യം 49. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം എന്ന ലെസസ് ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്? ഉത്തരം ഓപ്ഷൻ എ, ആൽഫ്രഡ് മാർഷൽ. ചോദ്യം 50. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഹോക്കി. ചോദ്യം 51. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ. ചോദ്യം 52. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ എ, ക്ലോഡിയ ഗോർഡിൻ. ചോദ്യം 53. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം.
ഉത്തരം ഓപ്ഷൻ സി കാൽസ്യം ഫോസ്ഫേറ്റ്. ചോദ്യം 54. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? ഉത്തരം ഓപ്ഷൻ ബി കീലസന്ധി. ചോദ്യം 55. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം. ഉത്തരം ഓപ്ഷൻ സി ട്രക്കിയ. ചോദ്യം 56. ജീവി ശാസ്ത്രനാമം. ഉത്തരം ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്, കോർവസ് പ്ലണ്ടൻസ്. ഇത് രണ്ടും ശരിയാണ്. ചോദ്യം 57. ജീവികൾ ഹൃദയ അറകൾ. ഉത്തരം ഓപ്ഷൻ സി ആണ്. പാറ്റയ്ക്ക് 13 അറ, പല്ലിക്ക് 3 അറ, അതുപോലെ തന്നെ പക്ഷിക്ക് 4 അറ, മത്സ്യത്തിന് 2 അറ. ചോദ്യം 58. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീം ആണ്? ഉത്തരം ഓപ്ഷൻ ഡി 2023. ചോദ്യം 59. സങ്കരയിനം തക്കാളി അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഹരിത. ചോദ്യം 60. ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ന്യൂട്ടൺ. ചോദ്യം 61. 25 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്ര? ഉത്തരം ഓപ്ഷൻ എ 4 ഡയോപ്റ്റർ. ചോദ്യം 62. റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബൻ്റെ ഐസോട്ടോപ്പ് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് കാർബൺ 14. ചോദ്യം 63. ഒരു കുതിരശക്തി എന്നത് ഡാഷ് വാട്ട് ആകുന്നു? ഉത്തരം ഓപ്ഷൻ ഡി 746 വാട്ട്. ചോദ്യം 64. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ്. ചോദ്യം 65. നിലവിലെ ISRO ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി എസ് സോമനാഥ്. ചോദ്യം 66. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ ബി പ്രഗ്യാൻ. ചോദ്യം 67. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്? ഉത്തരം ഓപ്ഷൻ എ അമൃതം ആരോഗ്യം. ചോദ്യം 68. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി 3 മാത്രമാണ് ശരിയായത്. ക്ഷയം, ചിക്കൻ പോക്സ്. ചോദ്യം 69. സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാക്കുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? ഉത്തരം ഓപ്ഷൻ ഡി വിറ്റാമിൻ. ചോദ്യം 70. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്ന്? ഉത്തരം ഓപ്ഷൻ എ 2014 നവംബർ 9. ചോദ്യം 71. ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി കണ്ണ്. ചോദ്യം 72. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചതെന്ന്? ഉത്തരം ഓപ്ഷൻ എ 2023 സെപ്റ്റംബർ 28. ചോദ്യം 73. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ എലിപ്പനി. ചോദ്യം 74. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി മലേറിയ. ചോദ്യം 75. മാനസിക രോഗവിമുക്തരായവരുടെ
പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ ബി സ്നേഹക്കൂട്. ചോദ്യം 76. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം? ഉത്തരം ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്ക. ചോദ്യം 77. ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി നെഫ്രൈറ്റിസ്. ചോദ്യം 78. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി? ഉത്തരം ഓപ്ഷൻ എ മാതൃജ്യോതി. ചോദ്യം 79. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ഉത്തരം ഓപ്ഷൻ എ ത്വക്ക്. ചോദ്യം 80. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 2ഉം 4ഉമാണ് ശരി. എലിപ്പനി, ഫംഗസ്, നിപ്പ, വൈറസ് ഇത് രണ്ടുമാണ് ശരിയായത്.